ചക്കുളത്തമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ച ഭക്തലക്ഷങ്ങൾ. ക്ഷേത്രം മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരിയുടെയും കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ചക്കുളത്തമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ച് ഭക്തലക്ഷങ്ങൾ നിർവൃതി നേടി. ലോക നന്മയ്ക്കായി നടന്ന കാർത്തിക പൊങ്കാല ചക്കുളത്തുകാവിനെയും പരിസര പ്രദേശങ്ങളെയും യാഗഭൂമിയാക്കി മാറ്റി. കണ്ണെത്താ ദൂരത്തോളം മൺകലങ്ങളിൽ ദേവിക്ക് നിവേദ്യം തയ്യാറാക്കിയപ്പോൾ ഭക്തിയും വിശ്വാസവും കൈകോർത്തു. എല്ലാ നാവുകളിലും ദേവീമന്ത്രം മാത്രം. തുളസിയില അണിഞ്ഞ് സങ്കടങ്ങളുടെ ഉരുക്കഴിക്കാനും നിറകലങ്ങളിൽ ദേവി കൃപാവരം ഏറ്റുവാങ്ങുവാനും ഇത്തവണ ലക്ഷക്കണക്കിന് ഭക്തരാണ് അമ്മയ്ക്ക് മുൻപിൽ എത്തിയത്. ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും ദേവിയെ മൂലബിംബത്തിൽ ആവാഹിച്ച് എഴുന്നള്ളിച്ച് ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി നടപ്പന്തലിൽ പ്രത്യേകം തയ്യാറാക്കിയ പണ്ടാര പൊങ്കാല അടുപ്പിൻ്റെ അരികിലെത്തി. മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി അഗ്നി പകർന്ന് ഈ വർഷത്തെ കാർത്തിക പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമിട്ടു. ഈ സമയം ഇരുകൈകളും കൂപ്പി ഭക്തർ ദേവീസ്തുതികൾ ഉച്ചത്തിൽ വിളിച്ചു ചൊല്ലി. പണ്ടാര പൊങ്കാല അടുപ്പിൽ നിന്ന് ഭക്തർ പകർന്ന തീ പൊങ്കാല അടുപ്പുകളിലേക്ക് ആവാഹിച്ചതോടെ പ്രദേശം യാഗഭൂമിയായി മാറി. സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നും ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് മഹാസംഗമത്തിൽ പങ്കെടുക്കുവാൻ ചക്കുളത്തുകാവിൽ എത്തിയത്. കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം, കൊല്ലം ജില്ലയിൽ നിന്നുള്ള ഭക്തരാണ് ക്ഷേത്രത്തിൽ തമ്പടിച്ചിരുന്നത്. ക്ഷേത്രത്തിന് 70 കിലോമീറ്റർ ചുറ്റളവിൽ പൊങ്കാലക്കലങ്ങൾ നിരന്നു. തകഴി, തിരുവല്ല, കോഴഞ്ചേരി, ചെങ്ങന്നൂർ, പന്തളം, എടത്വ, മുട്ടാർ, നീരേറ്റുപുറം, കിടങ്ങറ, പൊടിയാടി, മാന്നാർ, മാവേലിക്കര, എടത്വ, ഹരിപ്പാട് എന്നീ പ്രധാന റോഡുകളിലും ഇടവഴികളിലുമായി പൊങ്കാല അടുപ്പുകൾ കൂട്ടി. തൃക്കാർത്തിക ദിനത്തിലെ പൊങ്കാലയുടെ പുണ്യം നുകരാൻ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും തീർത്ഥാടകർ ചൊവ്വാഴ്ച മുതലേ ചക്കുളത്തുകാവിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. ഇവർ 3 ദിവസവും ക്ഷേത്ര ചടങ്ങുകളിൽ പങ്കെടുത്ത ശേഷമാണ് ദേവിക്ക് നിവേദ്യം സമർപ്പിച്ചത്. 3000-ഓളം ക്ഷേത്ര വോളണ്ടിയേഴ്സിൻ്റെയും 1000-ഓളം പോലീസ്, ഫയർഫോഴ്സ്, എക്സൈസ് ഉദ്യോഗസ്ഥരുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് പൊങ്കാല സ്ഥലങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത്. പൊങ്കാലയ്ക്ക് ആവശ്യമായ ഇഷ്ടിക, കലം, കുടിവെള്ളം എന്നിവ വോളണ്ടിയേഴ്സും വിവിധ സംഘടനാ പ്രതിനിധികളും എത്തിച്ചു നൽകി. സേവാഭാരതിയുടെ നേതൃത്വത്തിൽ അന്നദാന വിതരണവും കുടിവെള്ള വിതരണവും നടത്തി. ആരോഗ്യവകുപ്പിൻ്റെയും ഭാരതീയ ചികിത്സാ കേന്ദ്രത്തിൻ്റെയും തിരുവല്ല സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെയും നേതൃത്വത്തിൽ തീർത്ഥാടകർക്ക് വൈദ്യസഹായവും സൗജന്യ മരുന്ന് വിതരണവും നൽകി. ക്ഷേത്ര മേൽശാന്തി അശോകൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ രഞ്ജിത് ബി നമ്പൂതിരി, ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവരാണ് പൊങ്കാല സമർപ്പണ ചടങ്ങുകൾ നടത്തിയത്. ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ പൊങ്കാലയ്ക്ക് മുന്നോടിയായി നടന്ന ഭക്തജന സംഗമത്തിൽ സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പൊങ്കാല ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ പറഞ്ഞതുപോലെ സാഹോദര്യത്തിന്റെയും ഒരുമയുടെയും സ്നേഹത്തിന്റെയും യോജിപ്പിന്റെയും പ്രതീകമാണ് ചക്രവർത്തി ദേവീക്ഷേത്രം. എല്ലാ മനുഷ്യനും ഒത്തുചേരാൻ കഴിയുന്ന ശബരിമല പോലെ എല്ലാ മനുഷ്യനും ഒത്തുചേരാൻ കഴിയുന്ന ദേവീക്ഷേത്രമാണ് ചക്രവർത്തി ദേവീക്ഷേത്രം. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നതിൽ വളരെയധികം സന്തോഷിക്കുകയാണ്. കാരണം നമ്മുടെ നാട് ആധ്യാത്മികതയിൽ വളരെയേറെ മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ പരമ്പരാഗതമായ സാംസ്കാരികമായ പൈതൃകം നമ്മൾ ഉയർത്തിപ്പിടിക്കണം. എല്ലാ വിശ്വാസവും ഒന്നിലേക്കാണ് എത്തിച്ചേരുന്നത്. എല്ലാ ജലസ്രോതസ്സുകളും കടലിലേക്ക് എത്തിച്ചേരുമെന്ന് പറയുന്നത് പോലെ എല്ലാ വിശ്വാസവും മനുഷ്യന്റെ നന്മയിലേക്കും മനുഷ്യ സ്നേഹത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. നാം എല്ലാവരും നമ്മളുടെ മക്കളെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചവരാണ്. സൗഹാർദ്ദത്തോടെ വിദ്വേഷമില്ലാതെ എല്ലാവരും സഹോദരന്മാരായി ഈ ഭൂമിയിൽ ജീവിക്കാൻ ലഭിച്ച ഈ ധന്യമായ നമ്മുടെ കാലം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ക്ഷേത്ര മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. വിളിച്ചു ചൊല്ലി പ്രാർത്ഥനയ്ക്ക് രമേശ് ലമൺ നമ്പൂതിരി നേതൃത്വം നൽകി. നിവേദ്യം പാകപ്പെടുത്തിയതിനു ശേഷം
500-ൽ പരം വേദപണ്ഡിതന്മാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ദേവിയെ 51 ജീവിതങ്ങളിലായി എഴുന്നള്ളിച്ച് ഭക്തർ തയ്യാറാക്കിയ പൊങ്കാല നേദിച്ചു. പൊങ്കാല നിവേദ്യത്തിന് ശേഷം പ്രസിദ്ധമായ ദിവ്യാഭിഷേകവും ഉച്ച ദീപാരാധനയും നടന്നു.